നിഫ്റ്റിയെ സംബന്ധിച്ച് 22,080.5 എന്ന റേഞ്ചിലാണ് വ്യാപാരം ആരംഭിച്ചത്. നിലവിൽ 22,069 എന്ന റേഞ്ചിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് ഒരു ഫ്ലാറ്റ് ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നിഫ്റ്റി ട്രേഡിംഗ് നടത്തുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് സാറിന്റെ ഇനി മുന്നോട്ടുള്ള എക്സ്പെക്ടേഷൻസ് എന്താണ്? സോ നിഫ്റ്റിയിൽ നമ്മൾ പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 22,000 മുതൽ 22,300 ആ ഒരു റേഞ്ച് എത്തുമ്പോൾ വി ഷുഡ് ഡെഫിനറ്റ്ലി ബി പ്രിപ്പയർഡ് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. നിഫ്റ്റിയിലെ ഏറ്റവും അധികം ഹെവി വെയിറ്റ് ആയിട്ടുള്ള സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ്. ആൻഡ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഒരു പെർഫോമൻസ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ 2,560 രൂപയിൽ നിന്നും 2,800 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയിട്ടുണ്ട്. സോ റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ICICI ബാങ്ക്, ടെക്നോളജി സ്റ്റോക്സ്, ഇതിലൊക്കെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ നിഫ്റ്റി 50 ഒരു പ്രോഫിറ്റ് ടേക്കിംഗിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. സാർ, അതോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിലും 48,000 എന്നുള്ള ഒരു മാർക്ക് കൈവിടാതെ തന്നെ ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുന്നുണ്ട്. ഇന്നലത്തെ ഒരു ആഭ്യന്തര വിപണിയുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഹിസ്റ്ററിക്കൽ മൂവ്മെന്റ്സ് ആണ് ബെഞ്ച് മാർക്ക് ഇൻഡീസസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നത്. അത്തരത്തിൽ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളവും ഇൻവെസ്റ്റേഴ്സ് ഒരു കോഷ്യസ് ആയിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ട സമയമായിട്ടുണ്ടോ? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ 48,636 നിലവിലുള്ള ഓൾ ടൈം ഹൈ. നാച്ചുറലി 48,600 മുതൽ 48,700 ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും ബാങ്കിങ് ഇൻഡെക്സിന്റെ കേസിലും നമ്മളൊരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർഡ് ആയിരിക്കണം. ബട്ട് ഇന്നിപ്പോ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഒരു അല്പം ഫ്ലാറ്റ് നോട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും PSU ബാങ്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇറ്റ് ഇസ് അപ്പ് നിയർലി 0.5%. സോ പല PSU ബാങ്കിങ് സ്റ്റോക്സ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു 1.5% നേട്ടം ഓൾറെഡി നൽകിയിട്ടുണ്ട്. ആൻഡ് ഫ്രം ദ ടേൺ അറൌണ്ട് സ്റ്റോക്സ്, യെസ് ബാങ്കിന്റെ കേസിൽ നല്ലൊരു പുതിയ ബുള്ളിഷ് സെറ്റപ്പും ഫോം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വിപണിയിൽ മെറ്റൽ സൂചികയെ സംബന്ധിച്ച് നല്ലൊരു മുന്നേറ്റം രേഖപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ചും നാഷണൽ അലുമിനിയം, ഹിന്ദ് കോപ്പർ എന്നീ ഓഹരികളെ സംബന്ധിച്ച് നല്ലൊരു മൂവ്മെന്റ് ആണ് ഇന്നത്തെ വിപണിയിൽ നമുക്ക് കാണുന്നത്. നാഷണൽ അലുമിനിയം 6% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. ഭൂരിഭാഗം മെറ്റൽ സൂചികകൾക്കും ഇന്ന് നേരിയൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നു. പ്രത്യേകിച്ചും ഹിൻഡാൽക്കോയ്ക്കൊക്കെ തന്നെ 1% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നുണ്ട്. മെറ്റൽ സെക്ടറിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? പ്രത്യേകമായി ഞാൻ എടുത്ത് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന സ്റ്റോക്ക് ഹിൻഡാൽക്കോ തന്നെയാണ്. ഈ സ്റ്റോക്കുകളിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? മെറ്റൽ ഇൻഡെക്സിന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു റെസിസ്റ്റൻസ് 8,000 പോയിന്റ് ആയിരിക്കും. സോ 8,000 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം. മെറ്റൽ ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 7,700 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറും. നാഷണൽ അലുമിനിയത്തിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നല്ലൊരു തുടക്കം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മെയിൻറ്റെയിൻ ചെയ്യാം. നാഷണൽ അലുമിനിയത്തിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ടാർഗറ്റ് ലെവൽസ് 140 ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 146, 150, 160 ഇതൊക്കെ നാഷണൽ അലുമിനിയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ടാർഗറ്റ് ലെവൽസ്. പ്രദീപ് സർ, അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഒരു മികച്ച മൂവ്മെന്റ് സെക്ടറൽ സൂചികകളിൽ ഭൂരിഭാഗവും നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും FMCGക്ക് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം ഒന്നും തന്നെ നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. FMCG സെഗ്മെന്റിൽ നിന്നും പ്രധാനപ്പെട്ട ഒരു സ്റ്റോക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടാറ്റ കൺസ്യൂമർ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു 7,000 കോടി രൂപയുടെ പുതിയ 2 അക്വിസിഷൻസ് ഒക്കെ കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. FMCG സെഗ്മെന്റിനെ അല്ലെങ്കിൽ FMCG സെക്ടറിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ ഒരു ഔട്ട്ലുക്ക് എങ്ങനെയാണ്? അതോടൊപ്പം തന്നെ ടാറ്റ കൺസ്യൂമറിനെ കുറിച്ചും. സോ ടാറ്റ കൺസ്യൂമർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. സോ ടാറ്റ കൺസ്യൂമർ നമുക്ക് കാണാൻ സാധിക്കും ഒക്ടോബർ മാസത്തിന് ശേഷം ഒത്തിരി നേട്ടം നമുക്ക് ഓൾറെഡി നൽകി കഴിഞ്ഞു. ആൻഡ് ഇന്നലെ ഓപ്പണിംഗ് നിമിഷങ്ങളിൽ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു നമുക്ക് ടാറ്റ കൺസ്യൂമറിൽ കാണാൻ സാധിച്ചത്. ഒരു പുതിയ റെക്കോർഡ് ഓൾ ടൈം ഹൈ അറൌണ്ട് 1,185 രൂപയ്ക്ക് അടുത്ത് സൃഷ്ടിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇറ്റ് ഹസ് വിറ്റ്നസ്ഡ് എ ലോട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് ഇരിക്കണം. 1,118 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ദ ഷോർട്ട് ടേം ട്രെൻഡ് വിൽ ടേൺ ബെയറിഷ്. പുതിയൊരു ബൈങ് അവസരം ടാറ്റ കൺസ്യൂമർ പ്രോഡക്ട്സിൽ കാണാൻ സാധിക്കുന്നില്ല.
ആൻഡ് FMCG ഇൻഡെക്സ് നോക്കുമ്പോഴേക്ക് FMCG ഇൻഡെക്സിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ നല്ല ബുള്ളിഷായി തന്നെ തുടരുന്നു. കഴിഞ്ഞ ഒരു 5-8 സെഷൻസ് ആയിട്ട് ഈ ഒരു ഇൻഡെക്സിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. Now, FMCG ഇൻഡെക്സിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു മേജർ റെസിസ്റ്റൻസ് ഏരിയ 57,000 പോയിന്റ് ആയിരിക്കും. ആ ഒരു സപ്പോർട്ട് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പുതിയൊരു ബുള്ളിഷ് ട്രെൻഡ് എമേർജ് ചെയ്യും. ആൻഡ് FMCG സെക്ടറിൽ നമുക്ക് ശ്രദ്ധിച്ചിരിക്കാവുന്ന വൺ മേജർ സ്റ്റോക്ക് ഇസ് ITC. ITCയുടെ കേസിൽ 473 രൂപ ഒരു നല്ല ഇമ്പോർട്ടന്റ് റെസിസ്റ്റൻസ് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ ഇസ് എ പൊട്ടൻഷ്യൽ ടേൺ അറൌണ്ട്. 2,585 രൂപയായിരിക്കണം നമ്മൾ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത്. ഇന്നത്തെ റെയിൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. IRFC 6% നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. RVNL 3% തിത്തക റെയിലിനെ സംബന്ധിച്ച് 4% ഒരു നേട്ടം രേഖപ്പെടുത്തുന്നുണ്ട്. IRCTC നേരിയൊരു ഇടിവാണ് നമുക്ക് പ്രകടമാക്കുന്നത്. റെയിൽ സ്റ്റോക്കുകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ഇനിയിപ്പോൾ ജനുവരി 22-ന് അയോധ്യയുടെ ഓപ്പണിംഗ് ഒക്കെ തന്നെ വരുന്നുണ്ട്. ഏറ്റവും അധികം ഈ ഒരു ഇൻഫ്ലുവൻസ്, ഇതിന്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടി റെയിൽ ഓഹരികളെ സംബന്ധിച്ച് വലിയൊരു തോതിൽ ഒരു പോസിറ്റീവ് ബൂം തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്നത്. റെയിൽ സ്റ്റോക്കുകളിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? നമുക്ക് ഒരു പൊസിഷൻ ഈ ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും സ്റ്റോക്കുകളിൽ പോസിബിൾ ആണോ? എനിക്ക് തോന്നുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെയിൽവേ സ്റ്റോക്സിലൊക്കെ കഴിഞ്ഞ 3-4 സെഷൻസിനിടെ ഒത്തിരി നേട്ടം ഓൾറെഡി കണ്ടു കഴിഞ്ഞു. സോ നമ്മുടെയൊക്കെ സ്ട്രാറ്റജി എന്തായിരിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിലവിലുള്ള ലോങ് പൊസിഷൻസ് മാനേജ് ചെയ്യാനായിരിക്കാം നമ്മുടെ ഫോക്കസ് മുഴുവൻ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പത്രത്തിലൊക്കെ വായിക്കുന്നതിന്റെ അടിസ്ഥാനത്ത് അയോധ്യയിലെ അമ്പലം ഓപ്പൺ ചെയ്യുന്നതിനെ തുടർന്ന് നമ്മൾ ഒരിക്കലും ഒരു റെയിൽവേ സ്റ്റോക്കിൽ ഒരു പൊസിഷൻ എടുക്കരുത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം പ്യുവർ സ്പെക്യുലേഷൻ. നമ്മുടെ ബട്ട് ദ ട്രെൻഡ് ഇൻ ഓൾ റെയിൽവേ സ്റ്റോക്സ് വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഓൺലി തിങ് ഇസ് വാല്യുവേഷൻസ് അല്പം സ്ട്രെച്ച്ഡ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ലെറ്റ് us ബി വെരി കെയർഫുൾ വിത്ത് ദാറ്റ്. യെസ് സാർ, അതോടൊപ്പം തന്നെ ഇന്നത്തെ ഒരു വ്യാപാരത്തിൽ ആസ്റ്റർ ഡിഎമ്മിന്റെ ഓഹരികളിലേക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 10% ഒരു മുന്നേറ്റം കാഴ്ചവെച്ചുകൊണ്ട് പുതിയൊരു റെക്കോർഡ് ഹൈയിലാണ് ഓഹരികൾ ഇപ്പോൾ വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് കാണാം. GCC ബിസിനസ് സ്റ്റേക്ക് സെയിൽ സംബന്ധിച്ച് ഡിവിഡൻഡ് അനൗൺസ്മെന്റ് ഒക്കെ തന്നെ കമ്പനി അറിയിച്ചിട്ടുണ്ട്. അതിന്റെ ഒരു മുന്നേറ്റമാണ് നിലവിൽ ഓഹരിയിൽ കാണുന്നത് എന്നാണ് വിലയിരുത്തേണ്ടത്. ആസ്റ്റർ സ്റ്റോക്ക് കൈവശം വെച്ചിരിക്കുന്ന ഒരു ഇൻവെസ്റ്റർ പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? സോ ആസ്റ്റർ കൈവശം ഉണ്ടെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. സ്റ്റോക്കില് ഒരു പുതിയ ഓൾ ടൈം ഹൈ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓൺലി തിങ് ഇസ് ഇന്ന് ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനെ തുടർന്ന് നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തില്ല. കയ്യിൽ ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 392 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ഒപ്പം റിസൾട്ട് റിലീസ് ചെയ്ത ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് ഇന്നിപ്പോൾ ഒരു കനത്ത ഇടിവിലാണ് ട്രേഡിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഏഞ്ചൽ വണ്ണ് ഓൾമോസ്റ്റ് ഒരു 8% ഒരു നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സോ ഏഞ്ചൽ വണ്ണിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഏഞ്ചൽ വൺ കഴിഞ്ഞ ഒരു 3 മാസത്തിനിടെ ഒത്തിരി നേട്ടം നമുക്ക് നൽകി കഴിഞ്ഞു. കാര്യമായിട്ട് നമ്മൾ കഴിഞ്ഞ 3-4 മാസത്തിനിടെ ഒരു കറക്ഷൻ ഈ സ്റ്റോക്കിൽ കണ്ടിട്ടില്ല. സോ ഇന്നത്തെ ഒരു ഇടിവ് നമ്മൾ പ്രോഫിറ്റ് ടേക്കിംഗ് ആയിട്ട് വിലയിരുത്തിയാൽ മതി. മൈ അഡ്വൈസ് വുഡ് ബി കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. സർ, അതോടൊപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും മികച്ച ഗ്യാസ് നെറ്റ്വർക്കുകളിൽ ഒന്നായ ഗെയിലിനെ കുറിച്ചാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അടുത്തൊരു 3 വർഷത്തിനുള്ളിൽ കമ്പനി 30,000 കോടി രൂപയുടെ കാപ്പെക്സ് ഉണ്ടാക്കാനൊക്കെ ഒരു വലിയ പദ്ധതിയൊക്കെ ഇടുന്നുണ്ട്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഓഹരികൾ മികച്ച ഒരു നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 52 വീക്ക് ഹൈ നിലവാരത്തിനടുത്ത് തന്നെയാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് കാണാം. ഗെയിലിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ അറ്റ് ദ മൊമെന്റ് വളരെ ബുള്ളിഷ് ആയി തന്നെയാണ്. ആൻഡ് സ്റ്റോക്കിൽ മേജർ ഒരു റെസിസ്റ്റൻസ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നു 170 രൂപ. 170 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള 3 റെസിസ്റ്റൻസ് ലെവല് 173, 178 ആൻഡ് അതിനെ തുടർന്ന് 183.
ഒപ്പം തന്നെ ഇന്നത്തെ വിപണിയിൽ മിഡ് ക്യാപ് സ്പേസിൽ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച 2% ഒരു ഇടിവാണ് ഇന്നത്തെ വിപണിയിൽ പ്രകടമാക്കുന്നത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നിലവിൽ 2634 രൂപ എന്ന റേഞ്ചിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ബാലകൃഷ്ണ ഇൻഡസ്ട്രീസിലുള്ള സാറിന്റെ വ്യൂ എന്താണ്? So Balakrishna Industry വന്നിട്ട് it is a tire manufacturing company. And ഈ ഒരു സ്റ്റോക്ക് ഒത്തിരി വോളറ്റിലിറ്റി നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്കിടെ കാണാനിടയുണ്ടായി. ബിക്കോസ് ദിസ് ഇസ് എ കമ്പനി വിച്ച് ഇസ് കംപ്ലീറ്റ്ലി ഇൻ ടു എക്സ്പോർട്സ്. അവരുടെ ടയേഴ്സ് ഓഫ് റോഡ് ടയേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് നമുക്ക് അപ്പോളോ ടയർ, MRF ടയർ, JK ടയർ, CF ടയേഴ്സിന്റെ ഒപ്പം നമുക്ക് ഇതിനെ കമ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല. സ്റ്റോക്കിന് 2725 രൂപയിൽ വളരെ സ്ട്രോങ് ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. നിലവിലുള്ള ട്രെൻഡ് സൈഡ് വേസ്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ 2550 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. എസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ അടുത്ത ഒരു സ്റ്റോക്ക് ഒലക്ട്ര ഗ്രീൻ ടെക്കിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. ഇലക്ട്രിക് ബസ് മൊബിലിറ്റി വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ 30,000 കോടി രൂപ നിക്ഷേപിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളൊരു വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. 2030 8 ലക്ഷം ഇലക്ട്രിക് ബസ്സുകൾ നിരത്തിലിറങ്ങാനാണ് ഈ ഒരു വലിയൊരു നിക്ഷേപം വരുന്നത്. പ്രതിവർഷം 10,000 ഇലക്ട്രിക് വാഹനങ്ങൾ വരെ നിർമ്മിക്കാൻ കഴിയുന്ന ഒരു ഗ്രീൻഫീൽഡ് ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കാനൊക്കെ ഒലക്ട്ര ഗ്രീൻ ഈ ഒരു വലിയ പദ്ധതിക്ക് ശേഷം ലക്ഷ്യമിടുന്നുണ്ട് എന്നും കാണാം. ഈ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 2023 ഫെബ്രുവരി 23 52 വീക്ക് ലോ ആയിട്ടുള്ള 374 രൂപ എന്നുള്ളൊരു റേഞ്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നും ഇന്നിപ്പോൾ ഒരു മികച്ച മുന്നേറ്റം ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെക്കുന്നുണ്ട്. 2% സ്റ്റോക്ക് ഒരു മുന്നേറ്റം പ്രകടമാക്കുന്നത്. നിലവിൽ ട്രേഡ് ചെയ്യുന്നത് 1693 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ. So Electra Green Tech again is a small mid-cap stock. ആൻഡ് കഴിഞ്ഞ ഓഗസ്റ്റിന് ശേഷം സ്റ്റോക്കിൽ നല്ലൊരു കൺസോൾട്ടേഷൻ, നല്ലൊരു സപ്പോർട്ട് ബേസ് 1000 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ വർഷം ഡിസംബർ മാസം മുതൽ ഈ സ്റ്റോക്കിൽ വീണ്ടും നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞ 3-4 സെഷൻസിൽ ഈ സ്റ്റോക്കിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിരുന്നു. ആൻഡ് നമ്മൾ ഈ കമ്പനിയുടെ ബിസിനസ് മോഡലിൽ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ നമുക്കൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. അങ്ങനെ നമ്മൾ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ 3-4 റെസിസ്റ്റൻസ് ഏരിയ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തത് 1720, അതിനെ തുടർന്ന് 1780, 1830, 1900 രൂപയും. ആൻഡ് ദീസ് ആർ ദ മേജർ റെസിസ്റ്റൻസ് സോൺസ്. ആൻഡ് അതുപോലെ നമ്മൾ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 1590 രൂപ. അപ്പം ഇന്നത്തെ വിപണിയിൽ ട്രൈഡന്റിന്റെ ഓഹരികളെ സംബന്ധിച്ച് 1%-ലധികം ഒരു നഷ്ടത്തിലാണ്. ഇപ്പോൾ 1.5%-നടുത്ത ഒരു ഇടിവിലാണ് വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ട്രൈഡന്റിന്റെ ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം ഇതുവരെ നോക്കുമ്പോഴും 27% ഒരു റിട്ടേൺ നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് 8% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ട്രൈഡന്റിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ട്രൈഡന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഈ സ്റ്റോക്കിൽ കഴിഞ്ഞ 3-4 ആഴ്ചക്കിടെ നടന്നിട്ടുമുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ഏരിയ 44 രൂപയാണ്. 44ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. ഇതിൽ ശക്തമായിട്ട് നമുക്കൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണുമെങ്കിൽ സ്റ്റോക്ക് 49 രൂപ 25 പൈസയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഇന്നലെ കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓൾ ടൈം ഹൈയിലായിരുന്നു. 4% മുകളിലായിരുന്നു സ്റ്റോക്ക് നേട്ടം നൽകിയിട്ടുണ്ടായിരുന്നത്. ഇന്നും ആ ഒരു നേട്ടം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. കരൂർ വൈശ്യ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു ലോങ് ടേം വ്യൂ എങ്ങനെയാണ്? ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ വളരെ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ആൻഡ് ഒരു വീക്ക്നെസ്സും ഈ സ്റ്റോക്കിൽ കാണുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. Only thing is that profit taking വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ബിക്കോസ് ബാങ്ക് എസ്പെഷ്യലി ബാങ്ക് ഇൻഡെക്സ് ആ 48,600 48,700 ആ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും വി ആർ ഗോട്ട് ടു ബി വെരി വെരി കെയർഫുൾ.
ഒപ്പം ഇന്നത്തെ ഒരു വിപണിയിൽ ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിനെ സംബന്ധിച്ച് ഒരു നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുമ്പോഴും ട്രൈഡന്റിന്റെ പോലെ തന്നെ ഈ ഒരു വർഷം ആരംഭിച്ചതിന് ശേഷം നല്ലൊരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞൊരു 1 വീക്കായിട്ട് കാര്യമായിട്ടുള്ളൊരു മൂവ്മെന്റ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റോക്കിന് സാധിച്ചിട്ടില്ല. ഹിമാദ്രിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ അവരുടെ റിസൾട്ട് നമ്പേഴ്സ് കൂടി റിലീസ് ചെയ്യാനിരിക്കുകയാണ്. ഇപ്പോൾ 378 രൂപ 50 പൈസ എന്ന റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിമാദ്രി സ്പെഷ്യാലിറ്റി കെമിക്കൽസിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഹിമാദ്രിയുടെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. 400 രൂപയിലായിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ കഴിഞ്ഞ ആഴ്ച നമുക്ക് കാണാൻ സാധിച്ചത്. അതിനെ തുടർന്ന് സ്റ്റോക്ക് ഇസ് കൺസോളിഡേറ്റിംഗ്, സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ഇന്ന് സ്റ്റോക്ക് കമ്പനിയുടെ റിസൾട്ട് വരുന്നതിനെ തുടർന്ന് നമ്മൾ ഈ ലെവൽസിൽ ഒരിക്കലും ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. ബിക്കോസ് ദർ വിൽ ബി എ ലോട്ട് ഓഫ് വോളറ്റിലിറ്റി. ഇത് ഹിമാദ്രിക്ക് മാത്രമല്ല, നമ്മൾ ഒരു കമ്പനിയുടെ ഷെയറിലും നമ്മൾ ആ റിസൾട്ട് വരുന്ന ദിവസമോ റിസൾട്ട് വരുന്നതിന്റെ തലേ ദിവസമോ നമ്മൾ ഒരു പൊസിഷൻ എടുക്കാൻ ശ്രമിക്കരുത്. യെസ് പ്രദീപ് സർ, അതോടൊപ്പം തന്നെ ഇന്നിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട കമ്പനി ഫെഡറൽ ബാങ്ക് ആണ്. അതിന്റെ ഒരു 0.5% ഒരു നേട്ടം ഇന്ന് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. 154 രൂപയിലാണ് ഫെഡറൽ ബാങ്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫെഡറൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ്? ഫെഡറൽ ബാങ്ക് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഓൺലി തിങ് ഇസ് കഴിഞ്ഞ ഒരു മാസമായിട്ട് ഫെഡറൽ ബാങ്കിൽ നമുക്കൊരു കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 147 രൂപ ഇസ് എ വെരി മേജർ സപ്പോർട്ട് ഏരിയ. ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 157 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. യെസ്, സാറിന് ഫ്രീ ആക്കുന്നതിന് മുൻപ് ഇന്ന് പ്രധാനമായിട്ടും സാറിന്റെ ഫോക്കസിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരികൾ വല്ലതുമുണ്ടോ? 3 സ്റ്റോക്സ് കഴിഞ്ഞ 10 നിമിഷത്തിൽ എന്റെ അറ്റൻഷൻ പിടിച്ചെടുത്തിട്ടുണ്ട്. ആദ്യത്തെ പരാദീപ് ഫോസ്ഫേറ്റ്. പരാദീപ് ഫോസ്ഫേറ്റ് നല്ലൊരു ഓപ്പണിംഗ് നമുക്ക് നൽകിയിട്ടുണ്ട്. 81 രൂപയിലാണ് ഞാൻ ശ്രദ്ധിച്ചിരിക്കുന്ന റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത്. നാഷണൽ ഫെർട്ടിലൈസേഴ്സ് കഴിഞ്ഞ 10 നിമിഷത്തിൽ ഓൾമോസ്റ്റ് ഒരു 5% നേട്ടം നമുക്ക് നൽകിയിട്ടുണ്ട്. ഇറ്റ് ഇസ് ജസ്റ്റ് ട്രിഗേർഡ് ബൈ. ആൻഡ് തീർച്ചയായിട്ടും ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. മദ്രാസ് ഫെർട്ടിലൈസേഴ്സിന്റെ കേസിൽ 115 രൂപ ഞാൻ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുന്നു. നിലവിലുള്ള ട്രേഡിംഗ് ലെവൽ ഇസ് 113 രൂപ. ഇന്ന് ഓപ്പണിംഗ് നിമിഷങ്ങളിൽ നമുക്ക് സുല വൈൻയാർഡ്സിൽ നമുക്ക് 2% ഗെയിൻ കാണാൻ സാധിക്കുന്നുണ്ട്. സുല വൈൻയാർഡ്സിൽ നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 641 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഐ തിങ്ക് വി വിൽ സീ എ ലോട്ട് ഓഫ് ബുള്ളിഷ്നെസ്.